Good morning, students. Next topics, that is computer components. So we want to study about the top level view of computer components, and the main components are CPU, input output unit, and a memory, main memory. Okay, so CPU എന്ന് പറയുന്ന ഒരു യൂണിറ്റ് അതിലെന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. സോ സി പി യുവിൽ നമുക്ക് എ എൽ യു ഉണ്ടായിരിക്കും, നമ്മുടെ കൺട്രോൾ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. ബോൺന്യൂമാനിൽ പഠിച്ച ഫിഗർ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ അതിൽ ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ സിസ്റ്റത്തിലോട്ട് നമ്മൾ കൊടുക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഔട്ട്പുട്ട് യൂസർക്ക് വിസിബിൾ ആക്കുന്ന പാർട്ടുകളാണ് എന്ത്, ഔട്ട്പുട്ട് യൂണിറ്റുകൾ. പിന്നെ നോർമലി നമ്മുടെ സ്റ്റോറേജ് റിസൾട്ട് ആയിക്കോട്ടെ, നമ്മുടെ ഡാറ്റാസ് ആയിക്കോട്ടെ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ പാർട്ടാണ് മെയിൻ മെമ്മറി അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടർ കോമ്പോണൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിലൊരു സി പി യു ഉണ്ടായിരിക്കും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉണ്ടായിരിക്കും, മെയിൻ മെമ്മറി ഉണ്ടായിരിക്കും. ഇത്രയാണ് 3 മെയിൻ ആയിട്ടുള്ള കമ്പ്യൂട്ടർ കോമ്പോണൻസുകൾ. ഇനി ഇതിനെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് ദ ടോപ്പ് ലെവൽ വ്യൂ ഓഫ് കമ്പ്യൂട്ടർ കോമ്പോണൻറ്റ്സ് ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. സോ ആദ്യം നിങ്ങൾ ഈ ഒരു ഫിഗർ വൃത്തിയായി വരച്ചതിന് ശേഷം നമ്മൾ എപ്പോഴും ഒരു ഫിഗർ നമ്മൾ എക്സാമിനൊക്കെ എഴുതുമ്പം അതിലുള്ള ഷോർട്ടായിട്ട് നമ്മളിത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്തിട്ട് എന്താണ് എന്നുള്ളതും കൂടി നമ്മൾ എഴുതി വെക്കണം. ക്ലിയർ? സോ എന്തൊക്കെയാണ് ഈ ഫിഗറിലുള്ളത്? മെമ്മറി ഉണ്ട് അല്ലേ, ഓഫ് കോഴ്സ് മെയിൻ മെമ്മറി ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. നമുക്ക് വേണ്ട ഡാറ്റാസുകളും ഇൻസ്ട്രക്ഷൻസുകളും സ്റ്റോർ ചെയ്ത് വെക്കാനും ആവശ്യമുള്ളപ്പോൾ മറ്റ് യൂണിറ്റുകളിലേക്ക് എടുക്കാനും ഒക്കെ മെയിൻ മെമ്മറി ആവശ്യമാണ്. ഇനി അതുപോലെ തന്നെ ഒരു സിസ്റ്റത്തിലോട്ട് ഇൻപുട്ട് കൊടുക്കാനും ആ സിസ്റ്റത്തിൽ അത് പ്രോസസ്സിങ് കഴിഞ്ഞ് അതിൻ്റെ ഔട്ട്പുട്ടുകളെ യൂസർക്ക് വിസിബിളാക്കി കൊടുക്കാനുള്ള ഔട്ട്പുട്ട് ഡിവൈസസുകളും എല്ലാം കൂടി ചേർന്ന പാർട്ടിനെയാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ദാറ്റ് ഇസ് സി പി യു അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇതാണ് ഒരു സിസ്റ്റത്തിൻ്റെ കോർ അല്ലെങ്കിൽ മെയിൻ പാർട്ടാണ് എന്ത്, ഒരു സി പി യു എന്ന് പറയുന്നത്. ഇനി സി പി യുവിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒരു സി യു ഉണ്ട്, പി സി ഉണ്ട്, ഐ ആർ ഉണ്ട്, എക്സിക്യൂഷൻ യൂണിറ്റ് അഥവാ എ എൽ യു അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട്, പിന്നെ എം എ ആർ ഉണ്ട്, എം ബി ആർ ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് എ ആർ ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ബി ആർ ഉണ്ട്. എന്തൊക്കെയാണിത്? സോ പി സി എന്ന് പറഞ്ഞാൽ എന്താണ്? പി സി എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റാണ്. അതായത് ഏതൊരു പ്രോസസ്സ് ആയിക്കോട്ടെ, ഏതൊരു വർക്ക് ആയിക്കോട്ടെ, ഏതൊരു ഓപ്പറേഷൻ ആയിക്കോട്ടെ, അത് നടക്കുന്നത് ഈ ഒരു എ എൽ യുവിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അല്ലേ. സി പി യുവിൻ്റെ ഉള്ളിൽ എക്സിക്യൂഷൻ യൂണിറ്റിലാണ് ഏത് പ്രോസസ്സിങ്ങും നടക്കുന്നത്. സോ ആ ഒരു വോൾ പ്രോസസ്സിങ്ങിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൺട്രോൾ സിഗ്നൽസുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ആര്, കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, അതേപോലെ ഈ ഒരു എക്സിക്യൂഷൻ യൂണിറ്റിൽ ഇപ്പോൾ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇപ്പോൾ 1+2 ഇതൊരു ഓപ്പറേഷനാണ് അല്ലേ. ഈ ഒരു ഓപ്പറേഷൻ ഇപ്പോൾ ഈ ഒരു എ എൽ യുവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വർക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിസൾട്ട് നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ. അപ്പോൾ ഇതിൽ ഓൾറെഡി ഇപ്പോൾ 1+1 ഒരു ഓപ്പറേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കഴിയുന്നതിന് മുന്നേ അടുത്ത ഓപ്പറേഷന് നമ്മൾ ഈ ഒരു എ എൽ യുക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഓരോ ഓപ്പറേഷൻസ് കഴിയുമ്പോഴും അടുത്ത ഓപ്പറേഷൻസിന് ഈ ഒരു എ എൽ യുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം, ഒരു ഗ്യാപ്പ് വരാതെ. അതാണ് ഇതിൻ്റെ പ്രോസസ്സിങ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ എ എൽ യുവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിയുമ്പോഴേക്ക് തന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ കൊടുക്കണമെങ്കിൽ അതേതാണ് ഇൻസ്ട്രക്ഷൻ, അതിൻ്റെ അഡ്രസ്സ് ഏതാണ് എന്നുള്ളതായിരിക്കും പി സിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. സോ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ എൽ യുവിൽ വർക്ക് ചെയ്യേണ്ട അടുത്തതായിട്ട് ഏത് ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യണം എന്നുള്ള അഡ്രസ്സായിരിക്കും, ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സായിരിക്കും ഈ പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. സോ ഇവിടെ ഇപ്പോൾ 1+2 എന്നുള്ളൊരു ഓപ്പറേഷൻ ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് 3 എന്ന് പറഞ്ഞ റിസൾട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴേക്ക് ഈ ഒരു എ എൽ യു വർക്കിംഗ് കഴിയുമ്പോഴേക്ക് തന്നെ പി സിന്ന് എന്ത് ചെയ്യും, ഏതാണോ അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് നോക്കും, ആ ഇൻസ്ട്രക്ഷൻ ഐ ആറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, അത് നേരെ എ എൽ യുക്ക് കൊടുക്കും. ഇതാണ് അവിടുത്തെ ഓപ്പറേഷൻ. അതായത് ഐ ആർ എന്ന് പറഞ്ഞാൽ എന്താ, ഐ ആർ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ്. അതായത് ഈ ഒരു എ എൽ യുവിലേക്ക് വർക്ക് ചെയ്യിക്കേണ്ട ഇൻസ്ട്രക്ഷൻസുകളെയൊക്കെ നമ്മൾ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത സ്ഥലമായിരിക്കും ഈ ഒരു ഐ ആർ. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻ ഈ ഒരു എ എൽ യുവിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോഴും അടുത്ത ഇൻസ്ട്രക്ഷൻ ഐ ആർ എന്ന് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും.
ഇനി അത് ഏത് ഇൻസ്ട്രക്ഷനെ ഇട്ട് കൊടുക്കേണ്ടത് IR അറിയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അഡ്രസ്സ് PC-യിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ALUവിൽ വർക്ക് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണ് നമ്മൾ ഫെച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ALUക്ക് എന്നുള്ളത് അറിയാനുള്ള അതിൻ്റെ അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ വർക്ക് ചെയ്യാനുള്ള അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററാണ് ആര്? പ്രോഗ്രാം കൗണ്ടർ അല്ലെങ്കിൽ PC. അത് ഓരോ ഇൻസ്ട്രക്ഷൻ കഴിയുന്തോറും ഈ PC എന്ത് ചെയ്യും? ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും, ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഇൻസ്ട്രക്ഷൻസുകളെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇനി എന്താണ് MAR? MAR എന്ന് പറഞ്ഞാൽ മെമ്മറി അഡ്രസ് രജിസ്റ്റർ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു മെമ്മറിയിൽ നിന്ന് നമ്മൾ അഡ്രസ്സുകളൊക്കെ എടുക്കുമ്പോൾ അത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് MAR. ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് MBR, മെമ്മറി ബഫർ രജിസ്റ്റർ. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂളിൽ നിന്നാണ് ഡാറ്റാസ് പോകുന്നതെങ്കിൽ അഡ്രസ്സുകളാണെങ്കിൽ അഡ്രസ്സുകളെ സ്റ്റോർ ചെയ്യാനാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അഡ്രസ് രജിസ്റ്റർ. അല്ല ഡാറ്റയാണ് വരുന്നതെങ്കിൽ ഡാറ്റയെ സ്റ്റോർ ചെയ്യാനാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബഫർ രജിസ്റ്റർ. ക്ലിയർ? അപ്പോൾ മെമ്മറിയിൽ നിന്നുള്ള ഡാറ്റാസുകളെ സ്റ്റോർ ചെയ്യാനാണ്, അത് അഡ്രസ്സ് ആണെങ്കിൽ MAR, ഡാറ്റ ആണെങ്കിൽ MBR. ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്നുള്ള അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ AR, ഡാറ്റ ആണെങ്കിൽ BR. അങ്ങനെ നോക്കാം. ഇനി ഇവിടെ അടുത്ത ഒരു സാധനമാണ് നമ്മുടെ സിസ്റ്റം ബസ് അല്ലേ? എന്താ ബസ് എന്ന് ഞാൻ പറഞ്ഞു, ഒരു ഇൻ്റർ കണക്ഷൻ സ്ട്രക്ചറാണ് അല്ലേ? അപ്പോൾ ഇവിടെ 3 മൊഡ്യൂൾസുകളുണ്ട്. ഒന്ന് നമ്മുടെ CPU, ഒന്ന് നമ്മുടെ മെയിൻ മെമ്മറി, ഒന്ന് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട്. ഈ 3 എണ്ണത്തിനും തമ്മിൽ ഡാറ്റകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആര് വഴിയാണ് ഇതൊക്കെ നടക്കുന്നത്? ഈ ഒരു സിസ്റ്റം ബസ് വഴിയാണ് അല്ലേ? ഒരു സിസ്റ്റം ബസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ് അഡ്രസ് ബസ്, ഡാറ്റാ ബസ് ആൻഡ് കൺട്രോൾ ബസ്. ഓക്കെ, അഡ്രസ് ബസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഈ CPU-ൽ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. 1+2 കൂട്ടിക്കഴിഞ്ഞ് നമുക്കൊരു 3 ആൻസർ കിട്ടിയാൽ ഈ 3 നമ്മൾ എന്ത് ചെയ്യണം? മെമ്മറിയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ മെമ്മറിയിലേക്ക് അത് എങ്ങനെയാണ് പോവുക? ഈ 3 എന്ന് പറഞ്ഞൊരു ഡാറ്റയല്ലേ? അപ്പോൾ നമ്മുടെ ഡാറ്റാ ബസ് വഴി അത് എന്ത് ചെയ്യും? മെമ്മറി പോയിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി അതല്ല, അത് യൂസർക്ക് വിസിബിൾ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അത് ഡാറ്റാ ബസ് വഴി എവിടേക്ക് വരും? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളിൽ വരും. ഓക്കെ, ഇനി അഡ്രസ്സുകളാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അഡ്രസ് ബസ് വഴിയാണ് എന്ത് ചെയ്യുക? അഡ്രസ്സുകളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യിക്കുക. കൺട്രോൾ സിഗ്നൽസ് ആണെങ്കിൽ അതും കൺട്രോൾ ബസ് വഴി എന്ത് ചെയ്യുന്നു? ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഈ 3 എണ്ണത്തിനെയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതിലുള്ള ഓരോ കോമ്പണൻസും ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് എന്നുള്ളത്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ ആണ് ഫസ്റ്റ്. പ്രോഗ്രാം കൗണ്ടർ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് പ്രോഗ്രാം കൗണ്ടർ? PC ഹോൾഡ് ദി അഡ്രസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ് നെക്സ്റ്റ്. ഈ നെക്സ്റ്റ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അതായത് അടുത്തതായിട്ട് ഫെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് ALUക്ക് കൊടുക്കുക, അതിനാണ് ഈ ഫെച്ച് ചെയ്യുക എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് വർക്ക് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററിനെയാണ് PC എന്ന് പറയുന്നത്. ആൻഡ് എന്താ IR? ദ ഫെച്ച്ഡ് ഇൻസ്ട്രക്ഷൻ ഈസ് ലോഡഡ് ഇൻ ടു IR. അതായത് ഏതാണോ ആ ഇൻസ്ട്രക്ഷനെ നമ്മൾ മെയിൻ മെമ്മറിയിൽ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ട് എവിടെയാണ് വെക്കുക? IRലാണ് വെക്കുക. ഈ IRൽ നിന്നാണ് ടൈം ആകുമ്പോൾ അത് ALUക്ക് വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുക. സോ IR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ അടുത്തതായിട്ട് വർക്ക് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ എന്നുള്ള അഡ്രസ്സ് PC-യിൽ നോക്കിയാൽ നമുക്ക് കിട്ടും. ആ PC നോക്കിയിട്ട് ആ അഡ്രസ് ലൊക്കേഷൻ എവിടെയാണോ മെയിൻ മെമ്മറിയിൽ അവിടെ പോയിട്ട് നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ എടുത്ത് വന്നിട്ട് എവിടെ കൊണ്ടുവയ്ക്കും? ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്ററിൽ വെക്കും. എന്നിട്ട് ടൈം ആവുമ്പോൾ എന്ത് ചെയ്യും? ആ രജിസ്റ്ററിന് ALUക്ക് എടുത്തിട്ട് വർക്ക് ചെയ്യിക്കും. ഓക്കെ, ഇതാണ് ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ഇനി A memory module consists of locations having address in sequential manner. 1 by 1 ആയിട്ടായിരിക്കും. ആൻഡ് അടുത്തതായിട്ട് എന്താണ്? മെമ്മറി ലൊക്കേഷൻസ്, മെമ്മറി രജിസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 2 ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സാണ് ഉള്ളത്. ഒന്ന് എന്താണ്? MAR, മെമ്മറി അഡ്രസ് രജിസ്റ്റർ. അതായത് ആ ഒരു മെയിൻ മെമ്മറിയിൽ നിന്ന് എടുത്ത അഡ്രസ്സുകളെ സ്റ്റോർ ചെയ്യുക താൽക്കാലികമായിട്ട്. എന്തെങ്കിലും ഓപ്പറേഷനോ റീഡ് ഓപ്പറേഷനോ റൈറ്റ് ഓപ്പറേഷനോ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ മെമ്മറിയിൽ നിന്ന് എടുത്ത അഡ്രസ്സുകളെയാണ് ഈ MARൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ എന്തെങ്കിലും റൈറ്റ് ഓപ്പറേഷനോ റീഡ് ഓപ്പറേഷനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടുള്ള മെയിൻ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഡാറ്റാസിനെ ആയിരിക്കും എവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? MBRൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് ആ 2 രജിസ്റ്റേഴ്സിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
അടുത്ത 2 രജിസ്റ്റർ അവിടെ ഉള്ളതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അഡ്രസ് രജിസ്റ്ററും ഇൻപുട്ട് ഔട്ട്പുട്ട് ബഫർ രജിസ്റ്ററും. സെയിം തന്നെയാണ് ഫംഗ്ഷൻ. ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് എടുത്ത എന്തെങ്കിലും ഓപ്പറേഷന് വേണ്ടി വരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് അഡ്രസ്സുകളെയാണ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഡാറ്റാസ് ആണെങ്കിൽ അതാണ് ഈ ബഫറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് അഡ്രസ് രജിസ്റ്റർ സ്പെസിഫൈസ് എ പെർട്ടിക്കുലർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. ഓക്കെ, അപ്പോൾ ടോപ്പ് ലെവൽ കമ്പ്യൂട്ടർ കോമ്പണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മെയിൻ മൊഡ്യൂൾസാണ്. ഒന്ന് നമ്മുടെ CPU, ഒന്ന് നമ്മുടെ CPU, ഒന്ന് മെയിൻ മെമ്മറി, ഒന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ അതിൽ മെയിൻ മെമ്മറി എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ഡാറ്റാസുകളെയും ഇൻസ്ട്രക്ഷൻസുകളെയും സ്റ്റോർ ചെയ്യാനാണ് മെയിൻ മെമ്മറി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസിനെ കമ്പ്യൂട്ടറിലേക്ക് എടുക്കാനും കമ്പ്യൂട്ടറിൽ നിന്ന് ഔട്ട്പുട്ടുകൾ കൊടുക്കാനും വേണ്ടി ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റുകളാണ് ഇതിൽ വരുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. ഓക്കെ, ആൻഡ് മെയിനായിട്ട് പഠിക്കേണ്ട ആളാണ് CPU. CPUവിൻ്റെ ഉള്ളിൽ ഒരുപാട് മൊഡ്യൂൾസുകളുണ്ട്. കൺട്രോൾ CU എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ് ആണ്. അതായത് ഈ ഒരു ALUവിൽ നടക്കുന്ന എല്ലാ ഓപ്പറേഷനെയും പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? CU, അതായത് കൺട്രോൾ യൂണിറ്റ്. ഇനി ഈ ഒരു ALUവിൽ വർക്ക് ചെയ്യേണ്ട അടുത്തതായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന ആളാണ് ആര്? PC. അതേതാണോ ആ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ, ആ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്ന ആളാണ് ആര്? IR. മാറിപ്പോവരുത് കേട്ടോ. PCയിൽ പ്രോഗ്രാം കൗണ്ടറിൽ നമ്മൾ അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് നമ്മൾ PCയിൽ സ്റ്റോർ ചെയ്യുക. ഏതാണോ ആ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ, ആ ഇൻസ്ട്രക്ഷനാണ് നമ്മൾ IRൽ സ്റ്റോർ ചെയ്യുക. ഓക്കെ, ആൻഡ് പിന്നെ മെയിൻ മെമ്മറിയിൽ നിന്ന് വരുന്ന അഡ്രസ്സുകൾ അല്ലെങ്കിൽ ഡാറ്റാസുകളൊക്കെ സ്റ്റോർ ചെയ്യാനാണ് അഡ്രസ് രജിസ്റ്ററും ബഫറും അവിടെ യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂൾസിൽ നിന്ന് വരുന്ന അഡ്രസ്സും ഡാറ്റയും സ്റ്റോർ ചെയ്യാനാണ് ഇവിടെ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് അഡ്രസ് രജിസ്റ്ററും ഇൻപുട്ട് ഔട്ട്പുട്ട് ബഫർ രജിസ്റ്ററും യൂസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് എന്ത്, ദ ടോപ്പ് ലെവൽ വ്യൂ ഓഫ് കമ്പ്യൂട്ടർ കോമ്പണൻസ്. ഓക്കെ.